വിപണി പ്രമാണിച്ച് ഒരു റേഷൻ കാർഡിന് 20 കിലോ അരി 25 രൂപ നിരക്കിൽ ലഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. BPL, APL കാർഡ് എന്ന വ്യത്യാസമില്ലാതെയാണ് അരി വിതരണം. 250-ലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് സെപ്ലൈകോയിൽ ഓഫറുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു റേഷൻ കാർഡിന് 8 കിലോ അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ കൊടുത്തിരുന്നത്. എന്നാൽ ഓണക്കാലവുമായി ബന്ധപ്പെടുത്തി 20 കിലോ അരി 25 രൂപ നിരക്കിൽ നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് എല്ലാ റേഷൻ കാർഡുകാർക്കും അതിൽ നിയന്ത്രണമില്ല, BPL നിയന്ത്രണമൊന്നുമില്ല, എല്ലാ കാർഡുകാർക്കും അത് നൽകാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ബ്രാൻഡഡ് FMCG ഉൽപ്പന്നങ്ങളുടെ ഒരു നിര തന്നെ ഇത്തവണ സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. 250-ലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറും വിലക്കുറവും നൽകുകയാണ്. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം 26 മുതലുണ്ടാകും. കിറ്റിൽ 14 ഇനങ്ങൾ ഉണ്ടാകും. AAY വിഭാഗത്തിനും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് ആദ്യഘട്ടത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്യുക. YS അഭിനന്ദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിനന്ദ്, 20 കിലോ അരി 25 രൂപ നിരക്കിൽ ലഭ്യമാക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും ഇത് റേഷൻ കാർഡിന്റെ വ്യത്യാസമില്ലാതെ തന്നെ ലഭ്യമാക്കുമെന്ന് അറിയുന്നു. ഏതൊക്കെ കാര്യങ്ങളാണ് മന്ത്രി ഇന്ന് പറഞ്ഞത് ഓണം വിപണിയുമായി ബന്ധപ്പെട്ട്? പ്രവിധ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങളായിട്ടുള്ള അരി, അരിപ്പൊടി, ഉപ്പ്, പഞ്ചസാര, സേമിയ മിക്സ് എന്നീ 5 ഉൽപ്പന്നങ്ങളുടെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് കൊച്ചിയിൽ നടന്നത്. ഇതിനകത്താണ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിൽ നടത്തിയിരിക്കുന്നത്. ഓണവുമായിട്ടനുബന്ധിച്ച് വലിയ ഓഫറുകളായിരിക്കും സപ്ലൈകോ സ്റ്റോറുകളിൽ ഉണ്ടാക്കുക എന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഓണക്കിറ്റ് 26 മുതൽ വിതരണം ചെയ്ത് ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ AAY വിഭാഗത്തിനും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമായിരിക്കും വിതരണം ചെയ്യുക. സെപ്റ്റംബർ 2 വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. നീണ്ടുപോയാൽ 4 വരെ വിതരണം നടത്തുമെന്നും ഇപ്പോൾ മന്ത്രി പറയുന്നു. 14 ഇന സാധനങ്ങളായിരിക്കും കിറ്റുകളിൽ ഉണ്ടാകുക. 250-ലധികം ബ്രാൻഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ലഭിക്കും. BPL, APL കാർഡ് എന്ന ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെയായിരിക്കും ഈ 250-ലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറിലേക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് പ്രവിധ, വെളിച്ചെണ്ണ വിലയിൽ കുറവുണ്ടാകാൻ പോകുന്നു. 26 മുതൽ വെളിച്ചെണ്ണ വിലയിൽ കുറവ് അത് പ്രാബല്യത്തിൽ വരുമെന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. 349 രൂപയ്ക്കാണ് ശബരി വെളിച്ചെണ്ണ നിലവിൽ ഇപ്പോൾ സപ്ലൈകോ സ്റ്റോറുകളിൽ വിതരണം ചെയ്യുന്നത്. 300-ൽ താഴെ എത്തിക്കുവാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം തന്നെ കേര ഫെഡ് 429 രൂപയ്ക്കാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. അത് 400 രൂപയിൽ താഴെയാക്കുവാനുള്ള നടപടികളും പൂർത്തീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അറിയിക്കുന്നുണ്ട്. എന്നാൽ വൈകുന്നേരം ഇന്ന് സപ്ലൈകോ വെളിച്ചെണ്ണ ഡീലേഴ്സുമായിട്ടുള്ള യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നും മന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ഓണക്കാലത്തോടനുബന്ധിച്ച് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയ്ക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ കൊച്ചിയിലെ ഈ ശബരി ഉൽപ്പന്നങ്ങൾ ഇന്ന് 5 സാധനങ്ങൾ അതിന് ഉദ്ഘാടനം ചെയ്തിരുന്നു. അതിനകത്താണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഓണക്കിറ്റ് വിതരണം, ഒപ്പം തന്നെ വെളിച്ചെണ്ണ വില കുറവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ ആശങ്കകൾ എല്ലാം തന്നെ പരിഹരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. അഭിനന്ദ്, അതേസമയം തന്നെ ഇപ്പോൾ വെളിച്ചെണ്ണ വിലയിൽ ഒരു കുറവുണ്ടാകുമെന്ന് അറിയുന്നത് ജനത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. ഇതോടൊപ്പം ഓണം എത്തുന്നതോടുകൂടി പല സാധനങ്ങൾക്കും വില കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരിക്കും? പ്രവിധ അത് തന്നെ GR തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ നിത്യോപയോഗ സാധനം 250-ലധികം നിത്യോപയോഗ സാധനങ്ങൾക്കായിരിക്കും ഈ സപ്ലൈകോ ഉൾപ്പെടെയുള്ള മാവേലി സ്റ്റോറുകൾ, അങ്ങനെയൊക്കെയുള്ള ത്രിവേണി സ്റ്റോറുകളിലടക്കം കൺസ്യൂമർ ഫെഡിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റോറുകളിലെല്ലാം തന്നെ വിതരണം ചെയ്യാമെന്ന് പറയുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ഇത് ഫാക്ടറി ഉടമകളുമായിട്ടും വ്യവസായികളുമായിട്ടുമൊക്കെ ഒരു ധാരണ പങ്കുവച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 26 മുതൽ വില കുറയ്ക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. 250 സാധനങ്ങൾ അത് എത്തിക്കുമെന്ന് പറയുമ്പോൾ ചെറിയ പഞ്ചസാര, കടല പോലെയുള്ള സാധനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടെന്നും മന്ത്രി പറയുന്നു. പക്ഷേ അത് ഓണക്കാലത്തോടനുബന്ധിച്ച് അത് കുറയ്ക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചതായും 26 മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് 25 രൂപ നിരക്കിൽ 20 കിലോ അരി BPL, APL വ്യത്യാസമില്ലാതെ നൽകും. അത് 26-ാം തീയതി മുതലായിരിക്കും നൽകുക. 2-ാം തീയതിയോടുകൂടി അതിൻ്റെ വിതരണം പൂർത്തിയാക്കും. 4-ാം തീയതി അത് വിതരണം ഏതെങ്കിലും ഘട്ടത്തിൽ നീണ്ടുപോയാൽ അത് 4-ാം തീയതി അത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണയുടെ ഔദ്യോഗികമായിട്ടുള്ള വില പ്രഖ്യാപനത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. പക്ഷേ അത് അവസാനം ഇന്ന് കൊച്ചിയിൽ തന്നെ സപ്ലൈകോയും വെളിച്ചെണ്ണ ഡീലേഴ്സുമായിട്ടുള്ള ഒരു യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കുക. എന്നാലും ഏറ്റവും പ്രധാനമായിട്ട് 2 ബ്രാൻഡുകളാണ്. ഒന്നാമത് ശബരി ബ്രാൻഡ്, 2 കേര ഫെഡ്.
ഈ രണ്ട് ബ്രാൻഡുകൾ 429 രൂപ എന്നുള്ളത് 400 താഴെയാകും. 359 രൂപയ്ക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ശബരി വെളിച്ചെണ്ണയ്ക്ക് അത് 300 താഴെയാക്കുമെന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പ്രവിത, ശരി. ഓണം വിപണി പ്രമാണിച്ച ഒരു റേഷൻ കാർഡിന് 20 കിലോ അരി 25 രൂപ നിരക്കിൽ ലഭ്യമാക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിരിക്കുന്നത്. അത് BPL APL കാർഡ് വ്യത്യാസമില്ലാതെയായിരിക്കും ഈ അരി വിതരണം ചെയ്യുക എന്നും മന്ത്രി അറിയിക്കുന്നതോടൊപ്പം ഓണം എത്തുന്നതോടുകൂടി ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടികളും ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.